തൻ്റെ 6-ാം വയസ്സിൽ തന്നെയാണ് ഈ ഒരു നിഞ്ച അക്കാഡമിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആകുന്നത്. എന്നാൽ നമ്മുടെ ഒബീറ്റോ തൻ്റെ 9-ാമത്തെ വയസ്സിലാണ് ഈ ഒരു നിഞ്ച അക്കാഡമിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആകുന്നത്. നമ്മുടെ ഇറ്റാച്ചി 11-ാം വയസ്സിൽ 5 ബ്ലാക്ക് ഓപ്സിൽ ചേരുകയും 13-ാം വയസ്സിൽ തന്നെ അതിൻ്റെ ക്യാപ്റ്റനായി മാറുകയും ചെയ്തു. എന്നാൽ നമ്മുടെ ഒബീറ്റോൻ്റെ കേസാണെങ്കിൽ 11-ാം വയസ്സിലാണ് നമ്മുടെ ഒബീറ്റോ ഒരു ഒഫീഷ്യലായിട്ട് ചൂനിനായി മാറുന്നത് തന്നെ. എന്നാൽ ഇവർ തമ്മിൽ മെയിനായി കണക്ട് ചെയ്യണ കാര്യം പറഞ്ഞാൽ ഇറ്റാച്ചി തൻ്റെ 13-ാമത്തെ വയസ്സിലാണ് തൻ്റെ ഹോൾ ക്ലാനിനെ തന്നെ കൊന്നുകളയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒബീറ്റോ തൻ്റെ 14-15-ാം വയസ്സിലാണ് തൻ്റെ സ്വന്തം വില്ലേജിൽ തന്നെ ഒരു 9 ടൈൽസ് അറ്റാക്ക് ക്രിയേറ്റ് ചെയ്ത് ഫോർസ് ഒക്കാകെ മരിക്കേണ്ട ഇൻസിഡൻറ്റ് തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ ഇവർ തമ്മിലുള്ള പവർ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇറ്റാച്ചിക്കും ഒബീറ്റോയ്ക്കും ഒരുപാട് ഫോർബിഡൻ ആയിട്ടുള്ള ഉച്ചിക ജുട്സുസ് അറിയാം. പിന്നെ നമ്മുടെ ഇറ്റാച്ചിക്ക് സൂസർനോ വിത്ത് ഏറ്റവും പവർഫുൾ വെപ്പനായിട്ടുള്ള യാറ്റാമിറും അതുപോലെ തന്നെ സോഡും കൈവശമുണ്ട്. അല്ല നമ്മുടെ ഒബീറ്റോൻ്റെ കേസിലാണെങ്കിൽ നമ്മുടെ ഒബീറ്റോന് കാമോയി മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൂടാതെ നമ്മുടെ ഒബീറ്റോ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ആനിമൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് സാസ്കയോട്, ഇറ്റാച്ചിക്ക് തന്നെ കൊല്ലുന്നെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ കൊന്നുകളയാം